ഹലോ. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളൊക്കെ ഉള്ളവരായിരിക്കും അല്ലേ. പക്ഷേ നമുക്ക് ഒരു കാര്യം ചെയ്ത് തുടങ്ങുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാം, ഒരു സ്റ്റക്ക് ഫീൽ ചെയ്യാറൊക്കെ ഉണ്ട് അല്ലേ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ഒരുപാട് വിശ്വാസങ്ങളുണ്ടാവും അല്ലേ. നമ്മുടെ മനസ്സിൽ തന്നെ ഒരുപാട് വിശ്വാസങ്ങളുണ്ടാവും. എനിക്ക് പറ്റില്ല, എനിക്ക് ഇതൊന്നും പറഞ്ഞിട്ടുള്ളതല്ല, ഇതെൻ്റെ വിധിയാണ്, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നമ്മളത് മാറ്റി നിർത്തും അല്ലേ. അല്ലെങ്കിൽ നമ്മൾ ഒരു പാടാൻ കഴിവുള്ള ആളുകളാണെങ്കിൽ അത് പാടുന്ന സമയത്ത് എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, അവർക്ക് ചിലപ്പോൾ ഇഷ്ടമായിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്തത്. അങ്ങനെ വിചാരിച്ചിട്ട് പോലും നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അല്ലെങ്കിൽ ഒരു കാര്യത്തിന് ഇറങ്ങുന്ന സമയത്ത് ചില പക്ഷികളെ കണ്ടാൽ അല്ലെങ്കിൽ ചില ആളുകൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് അന്നത്തെ ദിവസം തന്നെ നമ്മൾ ഇല്ലാതാക്കില്ലേ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് അവിടെ ഇല്ലാതാവാണ് അല്ലേ. നമ്മളൊരു ഒരു ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ആഗ്രഹങ്ങളിലേക്കും ലക്ഷ്യങ്ങളിലേക്കും എത്താനായിട്ട് എടുത്തിട്ടുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളൊരു ദിവസം എടുക്കുന്ന സമയത്ത് അല്ലേ, അന്ന് നമ്മളിങ്ങനെയുള്ള ഒരു വിശ്വാസം, തെറ്റായ വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു വിശ്വാസങ്ങളൊക്കെ നീക്കിക്കളയുക, നെഗറ്റീവ് ചിന്താഗതികളെ നമ്മൾ വലിച്ചെറിഞ്ഞ് കളയുക. നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓർത്തെടുക്കാം. നമുക്ക് എവിടെയാണ് സ്റ്റക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പം ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടല്ലേ. എനിക്കും ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നെ എല്ലാവരും അംഗീകരിക്കുമോ, എനിക്ക് സംസാരിക്കാൻ അറിയോ, എനിക്ക് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ സംസാരിക്കാൻ ഇറങ്ങി എൻ്റെ കോൺഫിഡൻസ് വന്നപ്പോഴാണ് എനിക്കിവിടെ നന്നായി സംസാരിക്കാനായിട്ട് പറ്റുന്നത് അല്ലേ. അതുപോലെ തന്നെയാണ് നമുക്ക് ഓരോ കാര്യങ്ങളും. നമുക്ക് എവിടെയാണ് സ്റ്റക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അത് നമ്മളൊന്ന് ഓർത്തെടുക്കുക. ചിലപ്പോൾ ചെറിയൊരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മളത് ഇല്ലാതാക്കിയിട്ടുള്ളത്. അത് വീണ്ടും നല്ല ബെറ്ററാക്കി ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല ഭംഗിയായിട്ട് നമുക്ക് പറ്റില്ലേ. അതിന് നമ്മൾ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കണം. നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വരണം അല്ലേ. അതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. എങ്ങനെയാണ് ഇനി ഞാൻ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കത് സിമ്പിളായിട്ടും നല്ല ഭംഗിയായിട്ടും എല്ലാവർക്കും അംഗീകരിക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് നമ്മുടെ മനസ്സ് അംഗീകരിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളത് പ്രാക്ടീസ് ചെയ്യുക. നമ്മളോട് തന്നെ എന്തെങ്കിലും നെഗറ്റിവിറ്റി നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ സ്റ്റോപ്പ് പറയാം അല്ലേ. ഇനി ഇവിടെ എനിക്ക് ഇങ്ങനെ ഒരു ചിന്താഗതി വരില്ല, നെഗറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് എനിക്ക് വരില്ല, ഓവറായിട്ടുള്ള ഒരു വിശ്വാസം അല്ലേ, വിശ്വാസങ്ങൾ തീർച്ചയായിട്ടും ഇനി എൻ്റെ മനസ്സിലേക്ക് വരില്ല എന്നുള്ളൊരു ദൃഢമായിട്ടുള്ള ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാവണം. നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് സക്സസ് ആവാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.